ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നു. ആ മോശമായിട്ട് പെരുമാറുന്നു അത് എടുത്ത് പബ്ലിക്കിൽ എത്തിക്കുക, അതായത് പ്രതിഷേധിക്കുക എന്ന വ്യാജേന ആ പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിലുള്ളത്. പക്ഷെ അതിന് വലിയ വിമർശനം വരുന്നു. അതായത് ആ വീഡിയോയിൽ അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല, അയാൾ ജസ്റ്റ് അങ്ങനെ എന്താണ് ഒരുമിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അത് ആ കുട്ടി ചെയ്തത് കള്ളമാണ് എന്ന രീതിയിലേക്കുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ രണ്ട് തരം ചോദ്യങ്ങളാണ്. അതായത് ഒന്ന്, ഈ ബസ്സിൽ അല്ലെങ്കിൽ അതുപോലുള്ള യാത്രാ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇത്തരത്തിൽ, അതായത് ഇതൊരു ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ, അതായത് എന്താണ് ഈ പറയുന്നത് പോലെ ഒരു പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ കേസുകൾ വരുമ്പോൾ പോലും അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവില്ലേ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ഒരു നിയമം, അതിന് കൃത്യമായ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ഒരു നിരീക്ഷണം ഏർപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് ചോദ്യം. നമ്മുടെ നിയമ സംവിധാനത്തില് അങ്ങനെ ഒരു നിരീക്ഷണം ഇല്ലായികയില്ല. ഇപ്പോ ബസ്സിൽ യാത്രയിൽ ഇപ്പൊ നമ്മളെല്ലാവരും ദീർഘദൂരത്തേക്കൊക്കെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാ. ഇപ്പോ പറയുന്ന ഞാനും പോവാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇപ്പോ ആണുങ്ങളുടെ സീറ്റില് സ്ത്രീകൾ വന്നിരിക്കാറുണ്ട്. അന്നേരം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സീറ്റില് പുരുഷന്മാര് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആകും. അപ്പൊ തന്നെ പുരുഷന്മാര് എണീറ്റ് പോകും, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അവിടെ ചെറിയ പ്രശ്നങ്ങൾ തന്നെ ഓൾറെഡി നമുക്കുണ്ട്. അപ്പൊ അതിനേക്കാളേറെയൊക്കെ ഒരു പെൺകുട്ടി ഇരിക്കുന്ന സമയത്ത് ഒരു പുരുഷൻ തൊട്ടടുത്ത് വന്നിരുന്നു. അങ്ങനെ വന്നിരിക്കുമ്പോ ഇപ്പൊ രണ്ടുപേര് മാത്രം ഇരിക്കുന്ന ഒരു സീറ്റിലാണെങ്കിൽ രണ്ടാൾക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഇന്നത്തെ എല്ലാ ബസ്സിലും. ഇപ്പൊ കാണുന്ന എല്ലാ ബസ്സിലും അങ്ങനെ തന്നെയാ. അത് ഇപ്പം KSRTC ബസ് ആയിരിക്കോട്ടെ, അതല്ല പ്രൈവറ്റ് ബസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം മിനിഞ്ഞാന്ന് നടന്ന സംഭവം 2-3 ദിവസം മുന്നേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടതാണ്. സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ നമുക്കതിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ചു, മീൻസ് ആ പെൺകുട്ടീനെ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. ഒരു സെക്ഷൽ ഹരാസ്മെന്റ് പോലെ ആ പെൺകുട്ടിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ആ പെൺകുട്ടി വീഡിയോ കവർ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ആണ് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ FBയിലും ഒക്കെ ആ കുട്ടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊരാൾ പോസ്റ്റ് ചെയ്തല്ല, ആ പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ആ പെൺകുട്ടി സ്ട്രൈറ്റ് ഇരിക്കുന്ന ഒരു പെൺകുട്ടി വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വലത് കൈ മുകളിലോട്ടാ വെച്ചേക്കുന്നത്. അത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും. ഈവൻ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പൊ അപ്പുറത്ത് വന്നിരിക്കുന്ന ഒരാളുടെ കൈ എന്തായാലും ഈ ഒരു ഭാഗത്ത് തട്ടും. ഇപ്പം ഇൻ കേസ് നമ്മൾ ഈ കൈ അവിടുന്ന് മാറ്റി വെച്ചാല്, ഈ കൈ നമ്മൾ മുകളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈ തട്ടുന്നത് നമ്മളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഈവൻ ഈ ബസ് ഒന്ന് ഇപ്പം ഏതെങ്കിലും ഒരു ബസ് ഒന്ന് വളവെള്ളത്തെ അല്ലെങ്കിൽ ഗട്ടറിൽ ചാടും ഇങ്ങനെയുള്ള സമയത്താണെങ്കിൽ ബസ് ഇങ്ങനെ അനങ്ങാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ ബസ്സിൽ. അങ്ങനെ വന്നാൽ ഈ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. മേ ബി അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ് ആയതുകൊണ്ടായിരിക്കും. ഇവൺ അങ്ങനെയുള്ള ഒരു റോട്ടിൽ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ കൈ ആ കുട്ടിയുടെ ശരീരത്തിൽ തട്ടിയനെ. കാരണം കൈ മോളിലായതുകൊണ്ട്, ആ കുട്ടി കൈ മോളിലാണ് വെച്ചേക്കുന്നത്. അത് എന്തുകൊണ്ട് കൈ അങ്ങനെ മേലത്തേക്ക് വെച്ചു എന്നുള്ളത് അറിയില്ല. കാരണം സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആരും കൈ മോളിലേക്ക് അങ്ങനെ വെക്കാറില്ല. ഇപ്പം നമ്മളെല്ലാവരും ഇരിക്കുമ്പം സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കും എന്നല്ലാതെ കൈ മുകളിൽ നമ്മൾ അങ്ങനെ വെക്കാറില്ല. ഇത് എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു വിമർശനം തന്നെയാണ്. ഞാൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആണുങ്ങൾക്കെതിരെയുള്ള ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം റീച്ച് ഉണ്ടാവണം, പിന്നെ ഇങ്ങനെ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. നിയമത്തില് ഈ പറയുന്ന പുരുഷന്മാർക്ക് തന്നെയുള്ള പുരുഷന്മാർക്ക് എന്തുവാ സെക്ഷൻ 351 എന്തുകൊണ്ട് ഫയൽ ചെയ്തുകൂടാ? അതേ 356 ഉണ്ട്, ഡീഫോമേഷൻ ഫയൽ ചെയ്യാം. ഒരാണിന്റെ സമ്മതം ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പബ്ലിക് പ്ലേസ് ആയിക്കോട്ടെ. ഇപ്പൊ ഈ പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം ആൾക്കാരോട് ഞാൻ ചോദിച്ചു, പക്ഷെ അതെനിക്ക് കവേർഡ് ആയിട്ട് കിട്ടിയിട്ടില്ല. വേറൊരു കാര്യം, ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് എന്താണ് മിസ്ബിഹേവിയർ പോലെ തോന്നി എന്ന്. അങ്ങനെ തോന്നിയെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും പോകുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പം നമുക്കൊരു കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറിയിരിക്കൂ കേട്ടോ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഞാനൊക്കെ പലതവണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മാറിയിരിക്കൂ എന്ന് പറയുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് മാറിയിരിക്കാറുണ്ട്. അപ്പൊ അതിനപ്പുറത്തോട്ട് നമ്മൾക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാനൊക്കെ ഒരു 10 വർഷമായിട്ട്
ഇങ്ങനെ ബസ്സിലും ട്രെയിനിലൊക്കെ രാത്രിയും പകലും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാനത് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ കുട്ടി പറയുന്നുണ്ട് അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ പറയാതെ എന്നെ പറയരുതെന്ന് പറയുന്നു. ഞാൻ ആ കുട്ടി പറയുന്നതോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ആ കുട്ടി അങ്ങനെ അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കണ്ടക്ടർ അടുത്ത് ഒരു കംപ്ലൈന്റ് പോയിട്ടില്ല, ബസ്സിലിരിക്കുന്ന ഒരാളടുത്ത് കംപ്ലൈന്റ് പോയിട്ടില്ല? ഞാൻ അങ്ങനെ ഒരു കാര്യം അന്വേഷിച്ചായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടി ഒരു കംപ്ലൈന്റ് കൊടുത്തതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ബസ്സിലിരിക്കുന്ന വേറെ ആർക്കും അതറിയില്ല, ബസ്സിലത്തെ കണ്ടക്ടർക്ക് അറിയില്ല. ഒരു ഡിപ്പാർട്ട്മെന്റിലും ഒരു ഇതിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് ഈ കുട്ടി കൊടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും കോടതി എപ്പോഴും നോക്കുന്നത് എന്താ? തെളിവല്ലേ നോക്കുന്നത്. ആ കുട്ടി ഇട്ട അതേ കണ്ടന്റിൽ അതേ വീഡിയോയില് ആ കാണുന്നത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരിക്കലും പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തിനാ വേറൊരാളുടെ ജീവിതം നശിപ്പിക്കുന്നേ? അതിപ്പോ പുരുഷന്മാർക്ക് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു, ആ പുരുഷൻ ഒരു കാര്യം ചെയ്തു, അയാൾ നേരെ ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ ക്രിമിനൽ ഇന്റിമിഡേഷൻ 351 ബേസ് ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലോ 356 ഫയൽ ചെയ്യാം അദ്ദേഹത്തിന്. അവർ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ പെൺകുട്ടിക്കല്ലേ പ്രശ്നം? പക്ഷെ ഇതിലെന്തോ ഭാഗ്യവശാൽ ആ പുരുഷന്റെ മുഖം മറച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ചെയ്തിട്ടുണ്ട്. അല്ല, അത് അയാൾക്കൊരു രക്ഷയായി. കാര്യം അല്ലെങ്കിൽ അയാളുടെ ജീവിതവും ഭാവിയും പിന്നില്ലാതെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് അവരെ അഫക്ട് ചെയ്യുന്നു, അവരുടെ കുടുംബം, മക്കളെയൊക്കെ പുറത്തിറങ്ങി നടക്കുന്നു, വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നില്ല. ആണെങ്കിൽ ഇത്രയും വന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് പറയോ എന്തെങ്കിലും ചെയ്തേനെ. അതിനു പോലും പറ്റാത്ത ഒരാളായിരുന്നിരിക്കണം. അതാണെന്ന് തോന്നുന്നു. കൂടുതലായിട്ട് വന്നില്ല. പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിസ്സഹായരായ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഒരു ഇത് പറയാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 2 മാസം മുന്നേ ഇതേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള, നിങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല, ഒരു പയ്യന്റെ ജീവിതം എടുത്തരച്ച് കളഞ്ഞ ഒരു പെണ്ണുണ്ട്. അത് കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാ. അയാൾ 28 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് അയാൾ ജയിലിൽ കിടന്നു. ആ കേസ് ഞാനാ വക്കാലത്തിട്ടേക്കുന്നത്. ആ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഡേ ടു ഡേ അയാളുടെ കയ്യിൽ നിന്ന് വീട്ടിലേക്ക് വേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തിന് പൈസ ചെലവാക്കുന്നു അതെല്ലാം ഇയാളുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ വഴി ഈ പെൺകുട്ടി മേടിക്കുന്നുണ്ട്. ഈ ഒരു 1.5 വർഷം കൊണ്ട് 20 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി മേടിച്ചെടുത്തു. കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ട്, ആ പെൺകുട്ടി ഓൾറെഡി 2 കല്യാണം കഴിച്ചതാണ്. ഇയാളുടെ 3ാമത് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പെൻഡിങ് നിൽക്കുക, അതായത് അത് ഡിവോഴ്സ് ആവാനായിട്ട് കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇയാളും വെയിറ്റിംഗ് ഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാട്രിമോണിയൽ സൈറ്റില് അതിൽ വന്ന് പരിചയപ്പെട്ടതാ. ആ പെൺകുട്ടി ചെയ്തെന്താ, ആ പെൺകുട്ടി അയാളെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അയാള് ഇത്രയും പറഞ്ഞ് അയാളുടെ കൂടെ താമസിപ്പിക്കാം എന്ന് പറഞ്ഞ് ഗൾഫിലോട്ട് കൊണ്ടുപോയപ്പോ ഗൾഫിൽ പോയിട്ടും അയാളിനെ ഉപദ്രവിച്ചു. നമ്മുടെ നാട്ടിലത്തെ നിയമം അല്ല, ഗൾഫിലത്തെ നിയമം. അവിടെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് കണ്ട് അവിടുന്ന് അവിടുത്തെ നിയമ സംവിധാനം, പോലീസും ഒക്കെ വന്ന് അവിടുത്തെ നിയമ സംവിധാനം ഈ പെൺകുട്ടീനെ അവിടെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇയാൾക്ക് ബ്ലഡ് മണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വിധിയാണ് വന്നത്. അതായത് ഈ പുരുഷന്. അതൊക്കെ ഈ പെൺകുട്ടിയുടെ കാരണമാണ്. പക്ഷെ അത് തിരിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ പോലീസ് എന്താ പറയാ, നിങ്ങളാണ് ആ പെണ്ണിനെ ചെയ്തത്, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 75-80 ലക്ഷത്തോളം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിധി വന്നു അവിടെ ആ പെൺകുട്ടിക്കെതിരെ. ആ പെൺകുട്ടി അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ നാട്ടിലോട്ട് വന്ന ഉടനെ ഇവിടെ 69 എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു. 28 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്ന്. അത് അവയർനെസ് ഓഫ് ലോ എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. അദ്ദേഹം ഒരു വക്കീലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആദ്യം അവർ ചെയ്യേണ്ടത് ഒരു വക്കീലിനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. അത് കണക്ട് ചെയ്തിട്ടില്ല. അവർക്ക് ഇതുവരെയുമായിട്ട് ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാ, 31 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നിയമം അറിയില്ല എന്നതുകൊണ്ട് ജോലി പോയി, നാട്ടുകാരുടെ മുന്നിൽ അച്ഛൻ, അമ്മ, ഇവരുടെ അനിയൻ എല്ലാം നാണം കെട്ടു. ആര് കാരണം? ഇപ്പൊ ഞാൻ ആ കേസിന്റെ A to Z തെളിവുകളെല്ലാം നിരത്തി വെച്ചേക്കുക. നമുക്കൊരിക്കലും ആ പെൺകുട്ടിക്കെതിരെയല്ല, പക്ഷെ അയാളെ രക്ഷിച്ചെടുക്കണം. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളാ. അപ്പൊ ആ കേസ് നോക്കുന്നതിനിടയിലാണ് ഇങ്ങനെ വേറെ പെൺകുട്ടികള് ഇപ്പം റീച്ചിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ആൺകുട്ടികൾക്കെതിരെ നമ്മൾ ഇതിനർത്ഥം എല്ലാ പുരുഷന്മാരും നല്ലവരാണ് എന്നുള്ളത് ഇല്ല. പുരുഷന്മാരൊക്കെ എല്ലാതും ചെയ്യുന്നുണ്ട്, അത്രയും ക്രൂവലായിട്ട് സ്ത്രീകളോട് പെരുമാറുന്ന എല്ലാതും ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിൽ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം അത് പെണ്ണല്ലേ എന്നുള്ള പെണ്ണിന് നിയമത്തിന്റെ ഒരു ചായ്വ് ഉള്ളത് കൊണ്ട് പെൺകുട്ടികൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരിക്കലും കോടതിയിൽ അങ്ങനെ നടക്കില്ല. അത് ഇപ്പോ ഇപ്പൊ തൊട്ടടുത്ത് ഒരാഴ്ചയായിട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിൽ, നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ തന്നെയാ, പോയപ്പോ പറയുന്നത് എന്താ, ആ ലേഡി നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങൾ കൊടുങ്ങും, ആ പൈസയൊക്കെ നിങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞേക്കുന്നത്. 5 ലക്ഷം രൂപ ആ പയ്യന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട്. ഈ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങൾക്ക് വരെ ബ്യൂട്ടി പാർലർ പോകാൻ 5000, വരാൻ 5000, ഇതൊക്കെ പറഞ്ഞിട്ടാ പെൺകുട്ടികൾ കാശ് മേടിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാശ് മേടിച്ചിട്ട് ഈ ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, കല്യാണം കഴിക്കാമെന്ന് പറയാ, 2 മാസം കൂടെ കൊണ്ട് നടക്കുക, എന്നിട്ട് ഇത് വേണ്ട, എന്നിട്ട് അവനക്കെതിരെ ഒരു 16 അങ്ങ് കേസ് കൊടുക്കുക. നിയമത്തിൽ അതൊന്നും അലോ ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പോലീസ് സംവിധാനം, കേരളത്തിലെ പോലീസ് വളരെ മികച്ച പോലീസാണ്, പുരോഗമനമാണ് നമ്മുടെ മുഖമുദ്ര എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഒരു കേസ് വന്നാൽ, ഇപ്പം VNS ഒക്കെ വന്നതിന് ശേഷം കൃത്യമായി 15 ദിവസത്തോളം പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിനുള്ള സമയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഫസ്റ്റ് തന്നെ FIR ഇടുക. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന കേസാണെങ്കിൽ, അതിൽ സത്യസന്ധമായ കേസാണെങ്കിൽ ആ സ്ത്രീക്ക് നീതി കിട്ടിയിരിക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ ഫേക്ക് കേസുകൾക്ക് പോലീസ് ഒട്ടനെ പോയിട്ട് FIR ഇടുക, എന്നിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും പിടിച്ച് അകത്തിട്ടാലേ ഞങ്ങളുടെ കർത്തവ്യബോധം നിലനിൽക്കുള്ളൂ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക. ഇതൊക്കെ കേരള പോലീസിനും ഒരു എന്താണ്, ഒരു അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എത്രമാത്രം അപകടകരമാണ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, അത് നമ്മൾ ഒരിക്കലും പോലീസ് ഓഫീസേഴ്സിനെ മാത്രം നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഈ പോലീസ് ഓഫീസേഴ്സ് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതില് വേറെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ FIR സെക്ഷൻ വരെ മാറുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പല കേസുകളിൽ തന്നെ അത് FIR ഇടാൻ പറ്റില്ല മാഡം, അത് പറ്റില്ല. വക്കീൽ അത് അങ്ങനെ ശരിയാവില്ല കേട്ടോ, അത് നമ്മൾക്ക് ഇച്ചിരി പ്രശ്നമുള്ളതാണ്, അല്ലെങ്കിൽ വക്കീൽ ആ കേസ് വിട്ടുകളഞ്ഞേക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കേസുകളുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവർക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാൾ വിളിച്ചു പറയും, ആ കേസ് അത് നമ്മുടെ ആളാണ്, അത് നോക്കിക്കോണം. ഇപ്പം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, 498A കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം അവിടെ ഉണ്ടെങ്കിൽ മാത്രം, അവിടെ ഇങ്ങനെ ഒരു ക്രൂവൽറ്റി നടക്കുന്നുണ്ടെങ്കിൽ മാത്രം അയാൾക്കെതിരെ FIR ഇടാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ഓൾറെഡി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ കേസുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ്, ഇപ്പൊ കുറച്ച് കേസുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു കേസ്, മീൻസ് മനോജ് സാറിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് താജുദ്ദീന്റെ കേസ്. ആ കേസിൽ അദ്ദേഹം 54 ദിവസമാണ് ജയിലില് റിമാൻഡിൽ കിടന്നത്. അത് എന്തുകൊണ്ടാണ് കിടന്നത്? ഒരു ഫോട്ടോ, അതായത് ഫോട്ടോയിൽ കാണുന്ന ആ ആളുടെ രൂപസാദൃശ്യം ഉണ്ടായി എന്നുള്ള ഒരൊറ്റ കാരണമാണ്. അതിൽ തൊണ്ടി മുതൽ കണ്ടെടുത്തോ? ഇല്ല, തൊണ്ടി മുതൽ കണ്ടെടുക്കാതെ ഒരിക്കലും അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കരുത് എന്ന് പോലീസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ബെയിൽ പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ബെയിൽ പോലും ഡിനേ ചെയ്തു 54 ദിവസം. ഇവിടെ ഹൈക്കോടതിയിൽ വന്നിട്ടാണ് ബെയിൽ കിട്ടിയത്, അല്ലാതെ അദ്ദേഹത്തിന് ബെയിൽ കിട്ടിയിട്ടില്ല. 54 ദിവസം അകത്ത് കിടക്കുമ്പോൾ തൊണ്ടി മുതൽ കിട്ടാതെ എങ്ങനെ അതിലെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ പോലീസ് അത്രയും വിദഗ്ധമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാ നമ്മുടെ കേരള പോലീസ് എന്ന് പറയണത്. ആരും പറയില്ല അവർക്ക്, അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയില്ല, ഇത് ചെയ്യാൻ ഒന്നും പറയില്ല. ചില ഇൻവോൾവ്മെന്റിന്റെ കാര്യമാണ്. ചില ആൾക്കാര്, ചിലവര് അങ്ങനെ അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ മതി. കേരള പോലീസിനെ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ മതി. അവര് വളരെ വിദഗ്ധമായിട്ട് അവരെല്ലാ കാര്യങ്ങളും തെളിയിക്കും. അത്രയും സമർത്ഥരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ലോ പഠിച്ചവരുണ്ട്, എല്ലാം പഠിച്ചവരില്ലേ. പിന്നെ അവരെ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ മതി. അല്ലാതെ ഇതിപ്പോ അതൊരു ഡിപ്പാർട്ട്മെന്റാ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ വഴിക്ക് അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുക. അതിപ്പം ഈവൻ പൊളിറ്റിക്സിലുള്ള ആൾക്കാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അല്ല, അത് 100% ഉറപ്പല്ലേ, അങ്ങനെ ആയതുകൊണ്ട് എത്ര ആൾക്കാരുടെ ജീവിതമാണ് പോകുന്നത്, എത്ര പേരുടെ ജീവിതം. ഈ കൺസെന്റോട് കൂടിയിട്ട് 2 പേര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നു. ഹസ്ബൻഡ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നവരായിരിക്കും. എന്നിട്ട് ഇവര് തമ്മിൽ കൺസെന്റോട് റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പറയും, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലേ, ഇതൊന്നങ്ങ് പൊടി തട്ടി എടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. ഇതിന് കുറെ മാധ്യമങ്ങളും കൂടെ നിൽക്കാൻ. പക്ഷെ ഇതിൽ അപകടം ഞാൻ വക്കീലിനോട് ചോദിക്കുന്നത്, യഥാർത്ഥ കേസുകൾ, അതായത് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ, റേപ്പ് ചെയ്യപ്പെട്ടാൽ, സെക്ഷൽ അസോൾട്ടിന് വിധേയക്കപ്പെട്ടാൽ അവരും ഇതേപോലെ തന്നെ സമൂഹം എന്ത് ചെയ്യും, വിലയിരുത്തപ്പെടും. ഇതും അതും അങ്ങനെയാണ് എന്ന് വിലയിരുത്തപ്പെടും. നിയമത്തില് ഇപ്പോ ഈ നിയമ സംവിധാനങ്ങളെല്ലാം
ഈ പറയുന്ന ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് എതിരെ അല്ല, ഒരു പെൺകുട്ടീനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം വിക്ടിം എന്ന് പറയുന്നത് ആരാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമ്പം അതൊരു ട്രൂ ആയിട്ടുള്ള റേപ്പ് കേസ് ആണോ, അതൊരു ഒറിജിനൽ ആണോ? ഇതിപ്പോ സ്ഥിരമായിട്ട് തുടങ്ങുന്നതാണ്, കല്യാണം കഴിച്ചതാണ്, ഇങ്ങനെ വന്നതാണ്. ഒരു പക്ഷേ കൺസെന്റ് ഇല്ലാതെ തന്നെ ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അവരുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ അവരെ കയറി പിടിക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുവോ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്വർണത്തിനോ പൈസക്കോ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും പല അബ്യൂസും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നാട് തന്നെയാണ് നമ്മളുടെ. അപ്പൊ അതൊന്നും നമ്മൾക്ക് കോടതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പോലീസിൽ നമ്മൾക്ക് എത്തുന്ന സമയത്ത് അപ്പം ഇതിൽ ഏതാണ് ഒറിജിനൽ എന്നുള്ളത് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കോടതിയിൽ എത്തുമ്പോ കോടതി തന്നെ അത് ചോദിക്കില്ലേ, അതിന്റെ ഒറിജിനാലിറ്റി ഇതിൽ ഏതാണ് ഒറിജിനൽ ആയിട്ടുള്ളത് എന്നുള്ളത്. ഈ തെളിവും എല്ലാം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഓൾറെഡി അവർ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെന്നും കൂടെ പറയുന്നു. ഒറ്റ മിനിറ്റ്, ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയായിരുന്നു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അദ്ദേഹം അറിയില്ല. ഒന്നാമത് അദ്ദേഹം അറിയിച്ചിട്ടില്ല. രണ്ടാമത്തത് ഈ പറയുന്ന പെൺകുട്ടി വിദേശത്ത് നിന്നാണ് മെയിൽ വഴിയാണ് പരാതി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ മെയിൽ വഴി പരാതി കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി തിരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു മെസ്സേജ് കൊടുക്കുകയും അവര് പിന്നെ സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഓൾറെഡി ഒരു കേസിൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കേസാണ്. വേറൊരു കേസിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ അലോ ചെയ്തിട്ടുള്ള ഒരു കേസാണ്. ഇവൻ വേറൊരു പരാതി വരുമ്പോ ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പൊ ലാസ്റ്റ് പോലീസ് ഓഫീസേഴ്സിന്റെ വാദം. അങ്ങനെ വരുമ്പോ ഹാബിച്വൽ ഒഫൻഡർ ആയിക്കോട്ടെ, ഇപ്പൊ ഇതൊന്നും പറഞ്ഞത് തെളിഞ്ഞിട്ടില്ല, ഹൈക്കോടതിയിൽ തെളിഞ്ഞിട്ടില്ല. ഈ കേസൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇതിൽ എന്താണെന്നോ ഒന്നുമില്ല, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഇതിൽ നിൽക്കുവാണ്. കോടതി പോലും അത് കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ പോലീസ് പറയുന്നത് അത് അങ്ങനെയാണ് എന്നുള്ളത്? പിന്നെ ഈ പറയുന്ന എല്ലാവരും കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. ഈ പെൺകുട്ടികളെല്ലാം കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടികളാണ്. ഈ അതിജീവിത എന്ന് പറയുന്നത് അവരെല്ലാവരും ഈ ഡിഫാക്ടോ കംപ്ലൈനന്റ് എല്ലാവരും കല്യാണം കഴിച്ചിട്ടുള്ളവരാണ്. ഇനിയിപ്പോ അവർ ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രാവശ്യം ഇപ്പം റേപ്പ് ചെയ്തു എന്ന് പറയുന്നു, ഈ റേപ്പ് ചെയ്തു എന്നെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള, ഞാൻ റൂം എടുത്തിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ഞാൻ ഒരാണിനെ വിളിച്ചു വരുത്തിയിട്ട് ആ ആണ് എന്നെ റേപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ ആ ആണിന് പല പിന്നെ വിലപിടിപ്പുള്ള ഗിഫ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. ദെൻ ആഫ്റ്റർ 1.5 year എനിക്ക് തോന്നുകയാണ് ദാറ്റ് ഇസ് റേപ്പ്. അല്ല, അതിനിടയിൽ 3 BHK ഫ്ലാറ്റ് അതൊക്കെ പറയുന്നുണ്ട്. ഇവൻ അതൊക്കെ പറയുമ്പോഴും എനിക്ക് എപ്പോഴാ തോന്നിയത്, അല്ലെങ്കിൽ ഈ കംപ്ലൈനന്റിന് എപ്പോഴാ തോന്നിയത് ഇതൊരു റേപ്പ് ആണെന്ന്? അത് നമുക്ക് കോടതിയിലാണ് തെളിയിക്കേണ്ടത്. ഇപ്പം അവര് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മാധ്യമങ്ങള് ഇപ്പൊ ഈ പറയുന്ന FI സ്റ്റേറ്റ്മെന്റ് അതുപോലെ FIR ഒരു റേപ്പ് കേസിൽ ഒരുപാട് പ്രൈവസി ഉള്ള ഒരു കേസാണ് റേപ്പ് കേസ്. അത് പോലീസ് ഓഫീസേഴ്സ് പോലും ഈ പറയുന്ന FIRഉം ഇതൊന്നും പുറത്ത് വിടാൻ പാടില്ല. പക്ഷെ ഇന്നലെ എന്നെ 1-2 ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, FI സ്റ്റേറ്റ്മെന്റ് ഒക്കെ ദേ പറന്ന് കളിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങളുടെ നിയമത്തിൽ അങ്ങനെ ഇല്ലേ എന്ന് ഇന്നലെ എനിക്കൊരാള് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ കൃത്യമായ രാഷ്ട്രീയമാണ്. ഞാൻ കണ്ടിട്ടില്ല ഈ FIS ഒന്നും ഇങ്ങനെ. ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയും ഈ FIR ഒക്കെ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? FIR മുഴുവനായിട്ടൊന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല, കാരണം അതൊക്കെ പ്രൈവസി അല്ലേ. അതിജീവിത എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പേരോ ഒന്നും പുറത്തേക്ക് വരാൻ പാടില്ല. ഇതൊന്നും വരാത്ത സ്ഥിതിക്ക് എങ്ങനെ ഈ FIR FI സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുറത്തേക്ക് വന്നു? ഇതൊക്കെ അപ്പൊ ഒരു അജണ്ട വെച്ചിട്ട് ഒരാളെ തകർക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോ നമ്മള് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരെങ്കിലും ആണ് നമ്മള് എനിക്ക് പറയുന്നത്, എനിക്ക് ഈ പാർട്ടി ഇല്ല, ഈ പറയുന്ന ആളെ എനിക്ക് പേഴ്സണലി എനിക്ക് പരിചയമില്ല, ഇതൊന്നുമില്ല. നിയമം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കേസ് ഓൾറെഡി പെൻഡിങ് കിടക്കുമ്പോ അത് കോടതിയുടെ കൺസിഡറേഷനിൽ നിൽക്കുക. അപ്പോ ആരും അറിയാതെ, അതും രാത്രി 12 മണിക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് ഇയാളെ എന്തായാലും ഇയാളെ ജയിലിലിടണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ജയിലിലേക്ക് ഇട്ട് റിമാൻഡ് ചെയ്ത പോലെയാണ് ഇപ്പൊ കാണുന്നത്. അത് തന്നെയാണെന്ന് ഇത് കാണുന്നവരെല്ലാവരും പറയുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അത് ചതി, വഞ്ചന, ഈ പറയുന്ന പോലെ അത് എങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാ. ഈ ബലാത്സംഗ കേസ് എന്തായാലും നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ ചതി, വഞ്ചനയൊക്കെ ഒരുപക്ഷെ നിലനിൽക്കാം. ചതി, വഞ്ചന എങ്ങനെ നിലനിൽക്കുന്ന പറയുന്നത്? അവരുടെ ഇഷ്ടത്തിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവൺ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡും തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പെൺകുട്ടി ഇവരായിട്ട് അടുപ്പത്തിലായിരിക്കാം.
ഇപ്പൊ ഇവര് തമ്മിൽ അടുപ്പത്തിലായിരിക്കും. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം പൈസ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പം സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇവര് രണ്ടാളും അങ്ങോട്ട് പിന്നെ 10,000 രൂപ ചെരുപ്പ് വാങ്ങാൻ കൊടുത്തു എന്ന് പറയണ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ഒരു ചെരുപ്പ് മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരാളാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ചെരുപ്പ് മേടിക്കാൻ വരെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വന്ന എല്ലാ കംപ്ലൈനന്റും പറഞ്ഞിട്ടുള്ളത് എല്ലാം സെയിം കാര്യങ്ങൾ, ഒരേ റൂട്ടിലാണ് പോകുന്നത്, സെയിം കാര്യങ്ങളാണ്. ഇതില് ഇന്നലെ മുൻ ഡി ജി പി ടി.പി. സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത രീതി തന്നെ നിയമവിരുദ്ധമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി കേസ് രജിസ്റ്റർ ചെയ്തത്? ഈ പെൺകുട്ടി വിദേശത്താണ്. അങ്ങനെ അതിന്റെ ഈ സാങ്കേതികത്വം അദ്ദേഹം വിവരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പോസ്റ്റ് ഇടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിയല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ ഡിസോർഡറോ അല്ലെങ്കിൽ സൈക്കോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ കേസുകൾ വരുന്ന സമയത്ത് ഇതിൽ ബലാത്സംഗം അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആക്കി മാറ്റുകയാണ്. മറ്റു പലതും ഇതിൽ പറയാം. ഇപ്പൊ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു, നിരന്തരമായ ആളെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എന്നൊക്കെ പറയാം. പക്ഷെ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇത് മൂന്നാമത്തെ കേസിൽ നിർബന്ധമായി ഇയാളെ പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കി തെറ്റായ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെയല്ലേ ഈ ചെയ്ത് രാത്രി 12 മണിക്ക്, അതും രാത്രി ആ സമയത്ത് 12 മണിക്ക് വീഡിയോ ഓണാക്കി പോയിട്ടാണ് ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത്. 2 കേസ് പെൻഡിങ് ഓൾറെഡി നിൽക്കുന്നുണ്ട്. ഇതാരും അറിയാതെ വേറൊരു പുതിയൊരു കേസ് എടുക്കുന്നു. അതില് മെയിലായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. അവരിനിയിപ്പം നാട്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അറിയില്ല അതെങ്ങനെയാ. അപ്പോ ഇങ്ങനെയൊക്കെ വരുമ്പം ഇതൊരു നിയമ സംവിധാനത്തിനോടുള്ള, അതായത് ഒരു വെല്ലുവിളിയാണ് ശരിക്കും. കോടതിയോട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? പല കോടതികളിലും പല സമയത്തും ചിലപ്പോ ഒരു പോലീസുകാരനെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ കോടതികളിൽ നിർത്താറുണ്ട്. നിങ്ങൾ അവിടെ നിൽക്ക്, കോടതിയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരുന്ന സമയത്ത് കോടതി തന്നെ പറയും, ഇവിടെ കോടതി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ചില പോലീസ് ഓഫീസേഴ്സിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ നിർത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതൊക്കെ ഒരു കോടതിയോട് തന്നെയുള്ള ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ട് പോലും തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന എനിക്കൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ല, ഞാൻ ഒരു രാഷ്ട്രീയത്തിലും നിൽക്കുന്ന ഒരാളല്ല. ഇവൺ ഇങ്ങനെ ഒരു ലീഗലായിട്ട് വരുമ്പോ റേപ്പ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്, ഇങ്ങനെയൊക്കെ വരുമ്പോ ശരിക്കും ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പോലും ഈ പറയുന്ന കേസുകളിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഡെഫിനിഷൻ പോലും മാറിക്കിടക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ള കേസുകൾ നമുക്ക് നോക്കുമ്പോ അങ്ങനെയാ. അത്രയല്ലേ നമുക്ക് അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തോ വെട്ടിപ്പിടിച്ച പോലെ എന്തോ ഞങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചത് ഞങ്ങൾ ചെയ്തു. പക്ഷേ എന്ത് രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഡേറ്റ്, ഇതെല്ലാം കോടതിയിൽ ഒരു എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കേസുകളൊക്കെ ട്രയലിലേക്ക് എത്താറുണ്ടോ? ഇല്ല. ഏത് കേസാ ഇങ്ങനെ വന്നിട്ടുള്ള കേസുകൾ ട്രയലിലേക്ക് എത്തിയേക്കുന്നത്? ട്രയലിലെത്തില്ല. അതിന്റെ മുന്നേ തന്നെ കോടതിക്ക് അത് ബോധ്യമാവും. എന്നിട്ട് ഒന്നുകിൽ അത് ഇങ്ങനെ വരുന്ന കേസുകൾ, ഇപ്പൊ ഒരു പെൺകുട്ടീനെ അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളാണെങ്കിൽ അത് ട്രയലിലേക്ക് എത്തണം. ആ പെൺകുട്ടി, ഇപ്പൊ ഏതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നിയമ സംവിധാനമുണ്ട്, കോടതിയുണ്ട്. ചെറിയ കോടതിയല്ല, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ കോടതികളുണ്ട്. കോടതികൾ എപ്പോഴും ആപ്റ്റാണ്, വിക്ടിമിന് എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഉള്ളതാ. പക്ഷെ തെറ്റായി ഉപയോഗിക്കുന്ന ആളുകൾ അത് തെറ്റായി ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ ട്രൂ ആയിട്ട് ഇപ്പം പിന്നെ സത്യമായിട്ട് ഒരു പെൺകുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് അഗെയിൻസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് ആളുമില്ല. ഇപ്പൊ ചെറിയൊരു കുട്ടീനെ ഉപദ്രവിച്ചൊരു കേസാണെങ്കിൽ അത് പോലീസിന് നോക്കാൻ സമയമില്ല. ഈ ഒരു കാര്യത്തിന് വീഡിയോ എടുത്തു പോയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈവൻ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം MLA ആണ്, അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് എന്താ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടൂടെ? പെൺകുട്ടികൾ ഇപ്പം സെക്ഷുവലി അവര് കൺസെന്റോട് കൂടിയിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നതിന് അവർക്ക് എന്താ കുഴപ്പം? ഭരണഘടനയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പാടില്ല എന്നൊന്നും? അതൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു പബ്ലിക്കായിട്ട് ഇതായിട്ട് നിൽക്കുന്ന ഒരാളാവുമ്പോ ഒരു മൊറാലിറ്റി ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മോറലി നമ്മൾ കുറച്ചും കൂടി ബിവെയർ ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ വേണം. പക്ഷെ അതിന് ഇതല്ല വഴി. ശരിക്കും ഇതല്ല വഴി. അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത് ബാക്കി ഇപ്പൊ ഏതായാലും കോടതി എത്തി.
ഇനി ബാക്കി കോടതി തീരുമാനിക്കട്ടെ. കോടതിയല്ലേ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത്, ഡൊമൈൻ ആയി നിൽക്കുന്നത് കോടതിയാണ്. ആ നിയമ സംവിധാനം നമുക്കുള്ളത് കൊണ്ട് തന്നെ കോടതി തീരുമാനിക്കട്ടെ. പിന്നെ ഈവൻ ഇങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു ട്രാപ്പാണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമത്തില്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടിയാവും. നേരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വന്നാൽ തിരിച്ച് ഇപ്പം കള്ളക്കേസുകൾ കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും തിരിച്ച് അങ്ങോട്ട് ഒരു പണി കൊടുക്കണം. ഈ തിരിച്ച് എന്നെ നടത്തിയതിന് എല്ലാത്തിനും എനിക്ക് കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അഫക്റ്റഡ് പാർട്ടീസ് ഇറങ്ങാൻ തുടങ്ങിയാൽ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലെ കള്ളക്കേസുകൾ കുറയും. തീർച്ചയായിട്ടും.